ധനസുമത് കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഡൽഹിയിൽ നിന്ന് ലൈവ് വരുമ്പോഴേ മാസ്ക് ഇല്ലാതെ കാണുന്നുണ്ട്. അതായത് അവിടെ ഒരു വായു ഗുണനിലവാരം മെച്ചപ്പെട്ടോ എന്നുള്ളതാണോ ധനസുമതി മാസ്ക് ഇല്ലാതെ പ്രത്യക്ഷപ്പെട്ടത് സൂചിപ്പിക്കുന്നത്? വായു ഗുണനിലവാര സൂചിക വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു ആരോഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് ഇതുവരെ ഡൽഹി എത്തിയിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഇനിയുള്ള ദിവസം നമുക്ക് വലിയ തരത്തിലുള്ള ഒരു തിരക്ക് പിടിച്ച ദിവസങ്ങളാണ്, വലിയ ഓട്ടത്തിനുള്ള ദിവസം തന്നെയാണ് ഡൽഹിയിലുള്ളത്. കാരണം സുപ്രീം കോടതിയിൽ പ്രധാനപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നു. അതുപോലെ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസുകളാണ് പലതും ഇന്ന് തന്നെ പരിഗണിക്കുന്നത്. ഇതുകൂടാതെ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നു. പാർലമെൻറ്റ് സമ്മേളനത്തിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചർച്ചകൾ തന്നെ വരികയാണ്. കഴിഞ്ഞ പ്രാവശ്യം പ്രതിഷേധങ്ങൾക്കിടയിൽ തന്നെയാണ് വഖഫ് ബില്ല് അവതരിപ്പിക്കുകയും പിന്നീട് ഇത് JPCക്ക് വിടുകയും ചെയ്ത് ഈ JPC യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് നടപ്പാക്കാൻ വേണ്ടിയുള്ള റിപ്പോർട്ട് കൊടുക്കും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇന്നലത്തെ സർവകക്ഷി യോഗത്തിൽ ആം ആദ്മി MP കൂടിയായിട്ടുള്ള സഞ്ജയ് സിംഗ് പറഞ്ഞിരുന്നു, അദ്ദേഹം JPC അംഗമായിട്ട് പോലും അദ്ദേഹത്തിന് സംസാരിക്കാൻ ഒരു അവസരം പോലും പലപ്പോഴും ഈ JPC യോഗത്തിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തിരക്ക് പിടിച്ച് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കരുത്, ഇത് ആവശ്യമായ ഒരു ചർച്ച രാജ്യം നടത്തിയതിനു ശേഷമാണ് രാജ്യത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്, അതിനുള്ള ഒരു സാവകാശം നൽകണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആ കാര്യം ഒരു ചെവിക്കൊള്ളാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ഇന്നലെ അക്കാര്യം കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെയാണ് അദാനി വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർലമെന്റിൽ വരുന്നത്. കാരണം കഴിഞ്ഞ തവണയും ഒരു സമ്മേളന കാലയളവ് പൂർണ്ണമായി സ്തംഭിച്ചത് അദാനിക്കെതിരെ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്തണം എന്നുള്ളൊരു കാര്യത്തിലായിരുന്നു. അതും JPC അന്വേഷണമായിരുന്നു ആവശ്യപ്പെട്ടത്. അത് കേന്ദ്ര സർക്കാർ വഴങ്ങിയിരുന്നില്ല. ഇതേ തുടർന്നാണ് പിന്നീട് ആ സമ്മേളനം മുടങ്ങുകയും രണ്ടാമത്തെ സെഷൻ നടക്കുന്ന സമയമാകുമ്പോൾ പ്രതിഷേധത്തിനൊപ്പം ഇടപെടലും എന്ന രീതിയിലായിരുന്നു പ്രതിപക്ഷം സ്വീകരിച്ചിരുന്നത്. പ്രതിപക്ഷത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നു, പ്രതിഷേധിക്കുന്നു, പിന്നീട് ഇറങ്ങിപ്പോകുന്നു എന്നൊരു കാഴ്ചയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ സർക്കാരിനെ വളരെയധികം കടുത്ത പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് അദാനിക്കെതിരെ അമേരിക്കയിൽ കേസെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കും പ്രധാനമായും പാർലമെൻറ്റിൽ ഉണ്ടാകുക. ഇതൊക്കെയാണ് ഈ പാർലമെൻറ്റും സുപ്രീം കോടതിയും ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തകൾ.